ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൽ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരുണ്ടോലുണ്ടേ ചുണ്ടോരും ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേം കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ, ഞാൻ പണ്ടേ കച്ചേം കെട്ടി നിന്നെ കെട്ടാൻ നിൽപ്പാണേ. പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ, വീട്ടാരും കൂട്ടുണ്ടേ നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പൂങ്കൊട്ടാരം വിണ്ണോരം മുട്ടിയിലേ, ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് മിന്നു കെട്ടിക്കൊണ്ടേ പോകാം ജില്ലം ജില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നീ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തൂവല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൽ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരുണ്ടോലുണ്ടേ ചുണ്ടോരം ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേം കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് അങ്ങോട്ട് കളറാക്കിയിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ചേച്ചി. ഒരു കല്യാണം നടന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ മൊത്തത്തില്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ചേച്ചി എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ദിയക്കുട്ടിയുടെ പെർഫോമൻസ്? ദിയക്കുട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ചേച്ചി. നല്ല
നല്ല ഫാസ്റ്റ് പെപ്പി നമ്പർ ആയിരുന്നു. അതിനൊരു ഹൈ എനർജി നമ്പർ ആയിരുന്നു. അതിന് പറ്റിയൊരു വൈബ് തന്നെ മോള് ക്രിയേറ്റും ചെയ്തു. മോളുടെ എക്സാക്ട് സിംഗിങ്ങിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് അവിടെ എവിടെയൊക്കെ ശ്രുതി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഇസ് ഓൾ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോയി പോവും. സോ അതൊന്നും പ്രശ്നമാക്കണ്ട. ദർ വാസ് വൺ ലൈൻ സ്പെസിഫിക്കലി സെക്കൻഡ് ചരണത്തിൽ, നീ എന്നാരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ, അത് കഴിഞ്ഞിട്ട് ആകാശം വീശുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്. സോ അതിൻ്റെ മുമ്പിലത്തെ ലൈൻ, പ്രീവിയസ് ലൈൻ ബേസിൽ പാടിയിട്ട് അതേ നോട്ട് യു ആർ ഹിറ്റിംഗ് 1 octave ഹൈ. ആകാശം ഇസ് ദ സെയിം നോട്ട് 1 octave ഹൈ. അത് പെർഫെക്റ്റ് ആയിട്ട് മോൾ ലാൻഡ് ചെയ്തു. കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല, നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല, മാറത്തെ മൈനെ നീ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ, ആകാശം വീശുന്നുണ്ട് മേഘത്തൂവല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. അതുവരെ ഫീമെയിലും ആ ലൈൻ മെയിലുമാണ്. ഓക്കേ, നന്നായിട്ട് സ്വിച്ച് ചെയ്തത്. സ്വിച്ച് ചെയ്ത് നന്നായിട്ട് ചെയ്തു. കുറച്ച് അവിടെ ശ്രുതിയുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ ഒരു ത്രോ ഓഫ് ദ വോയിസ് കുറച്ചൊന്ന് നോക്കുക. ലാസ്റ്റ് ഹമ്മിങ്ങും നല്ലപോലെ പ്രയത്നിച്ചു. കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത പോലെ തോന്നിയായിരുന്നു. പക്ഷെ ആ വോയിസ് ഒക്കെ തുറന്ന് വന്ന് കുറച്ചുകൂടെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് എല്ലാം നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നല്ലപോലെ എഫേർട്ട് എടുത്ത് പാടി. സോ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക. ദിയ ഓ ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. ദീപക് ഏട്ടൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടി സോങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടി സോങ്. എല്ലാ കല്യാണ വീട്ടിലും എല്ലാ കല്യാണ വീട്ടിലും ഏത് ജില്ലയിൽ പോയാലും ജില്ലം ജില്ലാലും ഉണ്ടാവും. എല്ലാ ജില്ലകളെ പറ്റി. അപ്പം ഇതുപോലെ 3 പവർ ഹൗസുകളാണ് ഈ പാട്ട് പാടിയിരിക്കണേ. ഒന്ന് അൻവർ സാദത്ത്, ഒന്ന് അഫ്സൽ ഖ, ഒന്ന് റിമി. ഇത് 3ഉം ആർക്കാണ് പവർ എന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന 3 ആൾക്കാരാണ്. അവർ 3 പേരും മാറി മാറി പാടിയ പാട്ടാണ് ഇപ്പം മോൾ ഒറ്റയ്ക്ക് അവിടെ നിന്നുകൊണ്ട് പാടിയത്. കുറേ ഭാഗത്തൊക്കെ പിച്ച് ഡെഫിനറ്റ്ലി പോയിട്ടുണ്ട്, കുറേ ഭാഗത്ത് ബ്രെത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എഫേർട്ടിന് ഒരു വലിയൊരു കൈയടിയുണ്ട് മോളെ. കാരണം ഇപ്പം എന്നോട് ഇത് പാടാൻ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല. 3 പേര് ഇങ്ങനെ പാടി വെച്ചിരിക്കുന്ന പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഹരി നീയും കൂടെ വാ, നമുക്ക് 3 പേർക്കും പോയിട്ട് പാടാം എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോറസ് സിംഗേഴ്സ്, നിങ്ങൾ എത്ര പേരാ കോറസ് പാടിയത്? ആ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന എല്ലാവരും പാടിയില്ലേ? ഉഗ്രനായിരുന്നു കേട്ടോ. നമ്മളിനി ഇതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം മോളെ. ഈ പാട്ട് ഒന്നുകൂടെ മോള് വീട്ടിൽ നിന്ന് തന്നെ പാടി പ്രാക്ടീസ് ചെയ്ത് ഇത് എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ളത് ഒന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വേറെ ഷോസിലൊക്കെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. ദിയ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. പറഞ്ഞ പോലെ സ്റ്റേജ് നന്നായിട്ട് യൂസ് ചെയ്തു. ആ സോങ്ങിന് വേണ്ട ഒരു എനർജി ട്രൈ ചെയ്തു. അപ്പം ഇപ്പം വേറൊരു വോയിസ് ആണ്. സോ ഇതിൽ ഈ 3 സിംഗേഴ്സ് പാടി വെച്ചൊരു പാട്ടായതുകൊണ്ട് ഒരു ജൂനിയർ വന്നിട്ട് അത് പാടുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബട്ട് യു മാനേജ്ഡ് ഇറ്റ്. നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു. താങ്ക് യു സാർ. പിന്നെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലൊരു 3 സിംഗേഴ്സ് പാടിയൊരു സോങ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് പഠിച്ചു പാടി. സോ കമന്റബിൾ, നൈസ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി, നമുക്ക് ആ ഓർഡറിൽ തന്നെ പോവാം. പിന്നെന്താ, ദിയ കുട്ടിക്ക് ഞാൻ തരുന്നു 8 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. 8. താങ്ക് യു. ഐ ആം ഗിവിംഗ് യു 8.5. താങ്ക് യു സാർ. 24.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദിയക്കുട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത റൗണ്ട് നമുക്ക് അടിപൊളിയാക്കണം. സോ പ്രാക്ടീസ് ഒക്കെ ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേടാ.